ഹലോ ഗൈസ്, ശനിയാഴ്ചയിലത്തെയും ഞായറാഴ്ചയിലത്തെയും വീഡിയോസാണ് കേട്ടോ. ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞായറാഴ്ച ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ ഞങ്ങളുടെ വകയാണ് കേട്ടോ പൂജ. അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഇതേ പുള്ളിക്കാരൻ തെച്ചിയും തുളസിയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് ശരിയാക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടോ. ഇല്ലെങ്കിൽ തറവാട്ടമ്പലത്തിൽ പോയിട്ട് നമ്മൾ രാവിലെ അവിടെ ചെന്നിരുന്നിട്ട് ഇതൊക്കെ വേർതിരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ട് എല്ലാതും ശരിയാക്കി പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ 8:30-ക്കാണ് പൂജ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. 8:30 അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ 8:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള തറവാട്ടമ്പലത്തിലേക്ക്. കുറച്ചെന്ന് പറഞ്ഞാൽ ബൈക്കുമ്പോൾ പോകാനുള്ള ഒരു ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊന്നും വന്നിട്ടില്ല. അപ്പുറത്തെ വീട്ടിലെ അമ്മായി അതുപോലെ വലിയച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്ടമ്പലം. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പൂജ തുടങ്ങിയത്. അതുപോലെ നമ്മൾ പൂജയുള്ള ദിവസത്തെ ആൾക്കാരുടെ പേര് അവിടെ എഴുതിയിടും. അപ്പോൾ ദേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇന്നത്തെ പൂജ വിനീഷ് വിജയൻ്റെയാണ്. അതുപോലെ അടുത്ത മാസത്തെ പൂജയുടെയും എഴുതിയിട്ടുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും എത്താൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെ നട അടച്ചിട്ടുള്ള പൂജയായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പ്രസാദമൊക്കെ കിട്ടി. പിന്നെ പുള്ളിക്കാരൻ ആൾക്ക് ആ പൂജാരിക്ക് ദക്ഷിണ കൊടുക്കണം കേട്ടോ, അതൊക്കെ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പറ നിറയ്ക്കലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് ആദ്യത്തെ പൂജയാണ് കേട്ടോ തറവാട്ടമ്പലത്തിൽ. ഇതിന് മുന്നേ വലിയച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തറവാട്ടമ്പലത്തിൽ പൂജ ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷെ പുള്ളിക്കാരൻ മനസ്സിലൊരു കാര്യം കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം വീടിൻ്റെ ഒട്ടുമിക്ക പണികളും കഴിഞ്ഞിട്ട് തറവാട്ടമ്പലത്തിൽ പൂജ ചെയ്യാമെന്ന്. പക്ഷേ എല്ലാം കൊണ്ട് തിണങ്ങി വന്ന ടൈമായിരുന്നു. ഞങ്ങൾ വലിയച്ഛൻ വിളിക്കണമെങ്കിൽ മുന്നേ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ സെറ്റാക്കി വെച്ച നേരത്താണ് വലിയച്ഛൻ്റെ വിളി. ഇങ്ങനെ തറവാട്ടമ്പലത്തിൽ പൂജ ചെയ്യണം, ഈ മാസം നിങ്ങൾക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്, ഞായറാഴ്ച ദിവസമാണ് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല എനിക്കും പറ്റുന്ന ഒരു ടൈമായിരുന്നു. പുള്ളിക്കാരെ എപ്പോഴും പറയും നീയും വേണം തറവാട്ടമ്പലത്തിൽ പൂജയ്ക്ക്. കാരണം നമ്മൾ രണ്ടാളുള്ളൂ നമ്മുടെ വീട്ടിൽ, ഞാൻ തന്നെയായിട്ട് എങ്ങനെയാണ് പൂജയ്ക്ക് ഇതാക്കുക. പക്ഷേ എല്ലാം കൊണ്ടും ടൈം ഒത്തുണങ്ങി വന്നു. അത് ഒരു പക്ഷെ നമ്മുടെ ഒരു ദൈവകടാക്ഷമാവും എല്ലാം കൊണ്ടും ഉള്ള ഒരു ഒത്തൊരുമിക്കൽ. അങ്ങനെ സംഭവം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. നല്ല സന്തോഷമായി. അങ്ങനെ പൂജയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടോ. ഇനി ഇവർ 4 പേരുള്ളൂ, ഇവർക്കുള്ള വണ്ടി വരും. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ഏകദേശം ഒരു സമയം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.